നമസ്കാരം സുഹൃത്തുക്കളെ. സിംഹം വരുമ്പോൾ കുറുനരികളും ചെന്നായ്കളും കുറുക്കന്മാരും ഓടി ഒളിക്കും. ബാത്റൂമിൽ കയറിയിരുന്നു കൊണ്ട് ഓളിയിടും. ജനുവരി 1-ാം തീയതി നെതന്യാഹു ന്യൂയോർക്കിൽ വരാൻ പോവുകയാണ്. ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ് ന്യൂയോർക്ക് എയർപോർട്ടിൽ വന്നിറങ്ങാൻ നെതന്യാഹുവിനെ കയ്യാമം വെച്ചുകൊണ്ടുള്ള സ്വപ്നം, അല്ലെങ്കിൽ ആ ഒരു ചിത്രം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. മീഡിയ കൊണ്ടാണ് കരഞ്ഞ് മെഴുകി കൂട്ടുകയാണ്. നമ്മുടെ ചെക്കൻ മംദാനി അറസ്റ്റ് ചെയ്ത് നെതന്യാഹുവിനെ കാരാഗ്രഹത്തിൽ അയക്കും എന്നുള്ള ആഗ്രഹം, അത് കാണാൻ വേണ്ടിയാണ് അവരിയ്ക്കുന്നത്. ജനുവരി 1-ാം തീയതി നെതന്യാഹു വരാൻ പോവുകയാണ് ന്യൂയോർക്കിലേക്ക്. ന്യൂയോർക്ക് ടൈംസിൽ റിപ്പോർട്ടർ ചോദിച്ചു, താങ്കൾ ന്യൂയോർക്കിലേക്ക് വരുമോ? ഞാൻ വരും, വന്നിരിക്കും, അവനെ കണ്ടിരിക്കും. റിപ്പോർട്ടർ ചോദിച്ചു, താങ്കൾ മംദാനിയെ കാണുമോ? അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ പ്രസിദ്ധമാണ്, അല്ലെങ്കിൽ കേൾക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഇസ്രായേൽ എന്നുള്ള കൊച്ചു രാജ്യത്തിന് ഈ ലോകത്ത് ഇരിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശത്തെ മംദാനി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ വ്യക്തിയെ കാണും. എന്നെ അറസ്റ്റ് ചെയ്യുമോ ഞാൻ നോക്കട്ടെ. മംദാനിക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ നെതന്യാഹുവിനെ? ജനുവരി 1-ാം തീയതി കയ്യാമം വെക്കുമോ? ആദ്യം ഞാൻ പറയട്ടെ, ഒരു ചുക്കുൻ സംഭവിക്കാമോ? ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി, ആ കോടതിയെ റഷ്യയും അമേരിക്കയും ഇസ്രായേലും അംഗീകരിക്കുന്നില്ല. അവിടുത്തെ ഒരു വാറണ്ട് അമേരിക്ക ഒരു ചുക്കുമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഒരു മണ്ണാങ്കട്ടിയുമല്ല. ഈ വാറണ്ടും കൊണ്ട് മംദാനി ചെന്ന് കഴിഞ്ഞാൽ സീക്രട്ട് സർവീസ് അല്ലെങ്കിൽ മൊസാദ് എന്തായി തീരുമെന്ന് അറിയാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് മംദാനിയോട് വളരെ വ്യക്തമാക്കി ചോദിച്ചു റിപ്പോർട്ടേഴ്സ്, താങ്കൾ അറസ്റ്റ് ചെയ്യും? അദ്ദേഹം പറയുകയാണ്, എന്റെ കയ്യിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും അനുസരിച്ച് അല്ലെങ്കിൽ ആഗ്രഹിച്ച് ഞാൻ അറസ്റ്റ് ചെയ്യും. എവിടെ എന്ത് ആയിട്ടുള്ള തന്റെ കയ്യിൽ എന്തുണ്ട് അറസ്റ്റ് ചെയ്യാനായിട്ട്? വെറുതെ 10 ആള് കൂട്ടാൻ വേണ്ടി. ചെങ്കളം മാധവൻ ഡയലോഗ്, അതായത് 4 ആള് കാണേ വെറുതെ കിട്ടാൻ വേണ്ടി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മക്കളെ. നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, എളുപ്പമല്ല. അമേരിക്ക അംഗീകരിക്കുന്നില്ല ICC. വെറുതെ 10 ആള് കൂടാൻ വേണ്ടി വെറുതെ വളു പറഞ്ഞുകൊണ്ട് അത് ഏറ്റുപിടിച്ചുകൊണ്ട് മീഡിയ വണ്ണും ഇവിടെ. അപ്പൊ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഒരു MLA അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ എലക്ട് ആയി കഴിഞ്ഞാൽ 5 വർഷം വേണ്ടി വരും അവന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ. നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ്, ഇവന്റെ പ്രവർത്തനം വിലയിരുത്താൻ 5 വർഷമൊന്നും വേണ്ട, ഫസ്റ്റ് ഡേ വരും, ആദ്യ ദിവസം ഞാൻ വന്നങ്ങ് ഇറങ്ങും, അറസ്റ്റ് ചെയ്യട്ടെ. കാരണം ഈ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് ക്യൂൻസ് ന്യൂയോർക്ക് ഭാഗത്തെ സൗത്ത് ഏഷ്യൻസ്, ബംഗ്ലാദേശികൾ, പാകിസ്ഥാനികൾ, ഇന്ത്യക്കാരായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളുടെ വോട്ട് പിടിച്ചു വാങ്ങിയത്. എന്താണ്? മോഡി വന്നാലും നെതന്യാഹു വന്നാലും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന്. അതങ്ങ് തീർത്ഥം കൊടുത്തേക്കാം. ആദ്യ ദിവസം ചാടി മുമ്പിലെങ്കിൽ അറസ്റ്റ് ചെയ്യടാ പോനേന്ന്, എന്നെ ഒന്ന് ഭരതൻ SI എന്നൊന്ന് അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നെതന്യാഹു ഓടി നടക്കുകയാണ്. പോയി മംദാനി വെറുതെ പറയുമ്പോൾ ഇതാണ് പറഞ്ഞത്, 10 ആള് കൂടാൻ വേണ്ടി. ഇനി പലരുടെ ആഗ്രഹം എന്ന് പറയുന്നത്, ഒരു മംദാനി എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ, ഡെമോക്രാറ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അവരുടെ മേയറാണ്. ഒരു മേയർക്ക് ഒരു ചട്ടക്കൂടുണ്ട്, മനസ്സിലാക്കുക സുഹൃത്തുക്കൾ. അതായത് തിരുവനന്തപുരം മേയർ അല്ലെങ്കിൽ ഒരു മേയർ എന്ന് പറഞ്ഞാൽ അവർക്ക് ചട്ടക്കൂടുണ്ട്. പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ? അവർക്ക് അവരുടേതായ ചട്ടക്കൂടുണ്ടെങ്കിൽ അവർ പാർട്ടി എടുത്ത് ഇങ്ങെടുത്ത് തള്ളിക്കളയും. ഡെമോക്രാറ്റ് പാർട്ടിക്ക് അമേരിക്കയിൽ നിൽക്കണമെങ്കിൽ ഇവിടുത്തെ ഒരു നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. മംദാനിക്ക് ആ നിയമവ്യവസ്ഥ അനുസരിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. കാരണം ഒരുപാട് അഭിലാഷങ്ങൾ ഉള്ള ചെറുപ്പക്കാരനാണ് മംദാനി. അവൻ MP ആവണം, MLA ആവണം, മേയർ ആവണം, സെനറ്റർ ആവണം, കോൺഗ്രസ്മാൻ ആവണം. അങ്ങനെ പല ചെറുപ്പക്കാരനാണ്, മിടുക്കരാണ്, സുന്ദരനാണ്, സുമുഖനാണ്, കഴിവുള്ളവരാണ്. ആ ഒരു കഴിവുള്ള പയ്യൻ ഒരു കാരണവശാലും ഇത്ര ചെറുപ്പത്തിലെ ഇത്ര മണ്ടത്തരങ്ങൾ കാണിച്ച് ഒരു കാരണവശാലും അവന്റെ കസേര കളഞ്ഞു കുളിക്കില്ല. പക്ഷേ ആരാധകരെ ശാന്തരാക്കുവിൻ എന്ന് പറയുന്ന പോലെ അവരെ ഹാപ്പിയാക്കാനായിട്ട് പലതും പറയും. അത് കണ്ടുകൊണ്ടൊന്നും എന്റെ പൊന്ന് മീഡിയ വൺ നിങ്ങൾ തുള്ളരുത്. അമേരിക്ക നെതന്യാഹു വരും, UN പ്രസംഗിക്കുമ്പോൾ കുറുനരികളും ചെന്നായ്കളും ബാത്റൂമിൽ കയറിയിരുന്നു കൊണ്ട് കരയും.